10,000 രൂപയ്ക്ക് ഒരു മികച്ച ഫോൺ Redmi 9 Prime ആണ്. 10,000 രൂപയ്ക്ക് നമ്മളൊരു 10,000 രൂപ വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് ഏറ്റവും നല്ല പ്രോഡക്റ്റ് നോക്കി വാങ്ങിക്കാൻ നോക്കിയാൽ ഒരുപാട് പേരും പറയുന്നു Redmi 9 Prime ആണ് നല്ല ഫോണാണ്. സ്പെസിഫിക്കേഷൻ വെച്ച് ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. പക്ഷേ കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോഴെൻ്റെ ഒപ്പീനിയൻ എന്താണ്, ഒരു യൂസർ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഹായ്. അപ്പോൾ നമ്മുടെ Redmi 9 Prime എന്ന ഫോണിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ആണ്. പ്രോസ് ആൻഡ് കോൺസ് ഞാൻ വേറെ തരംതിരിച്ച് എഴുതിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ നല്ല വശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. അതിനുശേഷം ഇതിൻ്റെ പോരായ്മകളായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് രണ്ടാമത്തെ സെക്ഷനിലും പറയാം. ആദ്യമായിട്ട് ഇതിൻ്റെ മാനുവലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ തന്നെ 6.53 ഇഞ്ച് വരുന്ന ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. അപ്പോൾ 10,000 രൂപ റേഞ്ചിൽ മറ്റനേകം ബ്രാൻഡുകൾ നോക്കിയാൽ നമുക്ക് HD+ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഫുൾ HD ഡിസ്പ്ലേയുമായിട്ടാണ് വരുന്നത്. സോ ആ ഡിസ്പ്ലേ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ റിയർ സൈഡൊക്കെ പ്ലാസ്റ്റിക് ഡിസൈനാണ്. അത്ര വലിയ ഇമ്പ്രസീവ് ആയൊരു പ്രത്യേകിച്ചും ബ്ലാക്ക് യൂണിറ്റ് അത്ര ഒരു താല്പര്യം തോന്നുന്നൊരു ഡിവൈസേ ആയിരുന്നില്ല. നിങ്ങൾ എടുക്കുമ്പോൾ ബ്ലാക്ക് ഒഴിവാക്കി വേറെ ഏതെങ്കിലും കളർ എടുത്തോളൂ. പോസിബിളി ഞാൻ കൂടുതലും ഈ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ എന്നിട്ട് പോലെ എനിക്ക് ഈ ഒരു ബ്ലാക്ക് അത്ര ഇഷ്ടമായില്ല ഡിസൈൻ. പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു 10,000 രൂപ ഒരു ലോ ബഡ്ജറ്റ് ഫോൺ എന്ന രീതിയിൽ നമുക്ക് ഓക്കെ എന്ന് പറയാവുന്ന നല്ലൊരു ഡിസൈൻ തന്നെയാണ്. ഫ്രണ്ടിൽ നമുക്ക് Gorilla Glass 3യുടെ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്. നോച്ച് ഡിസൈൻ ആണ്. അപ്പോൾ ഈ ഒരു ഓവറോൾ ബിൽറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയ ഫുൾ HD ഡിസ്പ്ലേ ഉള്ള ഫോണാണ്. ആ ഡിസ്പ്ലേയുടെ സൺലൈറ്റ് യൂസിബിലിറ്റിക്കും കാര്യങ്ങൾക്കൊന്നും ഇഷ്യൂ ഇല്ല. ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ്മെൻറ്റിന് കുഴപ്പമില്ല. ഓട്ടോ ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വ്യൂയിങ് ആംഗിൾസിനും പ്രശ്നങ്ങളൊന്നും. സോ ആ ഭാഗങ്ങളൊക്കെ വളരെ ഡീസൻ്റ് ആണ്. അപ്പോൾ അത് തന്നെയാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ഘടകം. ഇനി ഇതിൻ്റെ കോൾ ക്വാളിറ്റി, സ്പീക്കർ ക്വാളിറ്റി, മൈക്രോഫോൺ അതിനൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. നമ്മൾ കോളൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ BSNL, ജിയോ ഒരുപാട് സിമ്മുകളുണ്ട്. ഇതൊക്കെ ഇട്ട് നോക്കുമ്പോഴും എല്ലാം തന്നെ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ കോളിലും കാര്യങ്ങളിലൊന്നും ഇഷ്യൂസ് ഇല്ല. ഇയർ പീസൊക്കെ സഫീഷ്യൻ്റ് ലൗഡാണ്. സ്പീക്കറിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസ്, മെയിനായിട്ടുള്ള ഘടകം പെർഫോമൻസ് ആണ്. ആദ്യം തന്നെ പറയട്ടെ, റാം മാനേജ്മെൻറ്റ് കാര്യത്തിൽ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷനൊക്കെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വിട്ടാലും തിരിച്ചെടുക്കുമ്പോൾ യാതൊരു ഇഷ്യൂ ഇല്ലാതെ ഈസി ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഗുഡ് റാം മാനേജ്മെൻ്റ് ഉള്ളൊരു ഫോണാണ്. എന്ന് വെച്ചാൽ ഡേ ടു ഡേ ലൈഫ് യൂസേജിനകത്ത് യാതൊരു ഇഷ്യൂസും വരുന്നില്ല. വളരെ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഒരു നോർമൽ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ഇഷ്യൂയും ഈ ഒരു ഫോണിനകത്ത് പെർഫോമൻസിൻ്റെ ഭാഗത്ത് നിന്ന് നേരിടാൻ പോകുന്നില്ല. ഗെയിമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു നോർമൽ പ്ലെയറൊക്കെ ആണെങ്കിൽ കളിക്കാം. വലിയ കോമ്പറ്റീറ്റീവ് ലെവലിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഈ റേഞ്ചിൽ ഫോൺ നോക്കുക വേണ്ട. ഈ ഒരു റേഞ്ച് മറ്റേത് ഫോണാണെങ്കിലും ഈ ഒരു റേഞ്ചിൽ അത്ര നല്ല ഫോണുകളൊന്നുമില്ല. ഈ ഒരു ഫോൺ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ഫോൺ, ഒരു 10,000 രൂപയ്ക്ക് ഗെയിം കളിക്കാൻ പറ്റിയ ഒരു ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും 9 Prime നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഫോൺ തന്നെയാണ്. ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ ഞാൻ ഗെയിമിംഗ് റിവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അധികം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാതെ നോർമലി ഒരു പുതിയ ഫോൺ കിട്ടിയാൽ ഗെയിം കളിച്ചു ഗെയിം റിവ്യൂ ഇടും. ഓക്കെ, നമ്മൾ യൂഷ്വലി എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നല്ല പെർഫോമൻസ് ആയിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറേ ആപ്ലിക്കേഷൻ കിട്ടി യൂസ് ചെയ്ത് വന്നിട്ട് പിന്നെ ഗെയിം കളിക്കുമ്പോൾ ഒരു കാര്യം നോട്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആപ്ലിക്കേഷനൊക്കെ ഇട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് നമ്മൾ പെട്ടെന്ന് PUBG ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ലാഗായിരിക്കും. അപ്പോൾ ചെയ്യേണ്ട കാര്യം വേറെ ഒന്നുമല്ല, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും കളിക്കുമ്പോൾ സ്മൂത്ത് ആവുന്നുണ്ട്. സോ മിക്കവാറും എൻട്രി ലെവൽ ഫോണുകളിലൊക്കെ മിക്കവാറും 10,000 രൂപ താഴെയുള്ള ഫോണുകളൊക്കെ നോക്കിയാൽ ഇങ്ങനെ ചെയ്യേണ്ടി വരാറുണ്ട്. റീസ്റ്റാർട്ട് ചെയ്താൽ കുറച്ചുകൂടി നല്ല ഒരു സ്മൂത്ത്നെസ് കിട്ടും. ആ റേഞ്ചിൽ ഫോണൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തോളൂ, കുറച്ച് സ്മൂത്ത്നെസ് കിട്ടും. ഈ ഫോണിലും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു സ്മൂത്തായിട്ട് നമുക്ക് നോർമലായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിൽ കളിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ചോദ്യം വരും, നമുക്ക് സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്യാൻ പറ്റും? റെക്കോർഡിംഗ് ഓപ്ഷൻ അതിനകത്തുണ്ട്. അതായത് സിസ്റ്റം സൗണ്ടൊക്കെ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന, ഗെയിമിനകത്തെ സൗണ്ടൊക്കെ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന സംവിധാനമുണ്ട്. മൈക്ക് നമ്മൾ പറയുന്നതും കൂട്ടുകാർ പറയുന്നതും ഒരേ സമയം കേൾക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സിസ്റ്റം സൗണ്ട് റെക്കോർഡ് ചെയ്യാം, ഇൻ്റർണൽ സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടും, നല്ല നൈസായിട്ട് റെക്കോർഡ് ചെയ്യാം. പക്ഷേ റെക്കോർഡിംഗ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം പ്ലേ വളരെ ലാഗായിരിക്കും. ഒരു തരത്തിലും പറ്റത്തില്ല. സ്മൂത്ത് അൾട്രയോ അല്ലെങ്കിൽ എന്താ പറയുക, ഏത് തരത്തിലുള്ള സെറ്റിങ്സ് HD ഹൈ ഒന്നും നോക്കണ്ട, ഒരു തരത്തിലും നമുക്ക് കളിക്കാൻ പറ്റില്ല, ഭയങ്കര ലാഗായിരിക്കും. സോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഒരു ഫോണിലേക്ക് നോക്കണ്ട. ഇനി നിങ്ങൾക്ക് ആ കാര്യത്തിൽ കുറച്ചുകൂടി കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചെറിയ ക്ലിപ്പ്, ഒരു 5 മിനിറ്റിൻ്റെ ക്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. HD ഹൈയിൽ നമ്മൾ ഈ ഒരു നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തപ്പോൾ ഉള്ളൊരു അവസ്ഥ നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഗെയിം റിവ്യൂ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ രണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓവറോൾ നോർമലായിട്ട് ആ ഒരു പ്രൈസ് റേഞ്ച് നോർമലായിട്ടുള്ള ഗെയിം പ്ലേക്ക് നല്ലതാണ്. സ്ക്രീൻ റെക്കോർഡിംഗ് ഗെയിം റെക്കോർഡ് ചെയ്യാൻ മാത്രം പറ്റില്ല എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഗെയിം പ്ലേയിൽ നമുക്ക് ഓവർ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ ഗെയിം ബാറ്ററി ഓവറായിട്ട് അങ്ങനെ ഡ്രെയിൻ ആവുന്നില്ല. എന്നാൽ ഇമ്പ്രസീവായ ഒരു ബാറ്ററി ലൈഫ് എന്നൊന്നും പറയാനില്ല. സാധാരണ ഒരു എന്താ പറയുക 7 mAh ബാറ്ററിയുള്ള ഫോണുകളെ കാണുന്ന ആ ഒരു യൂഷ്വൽ ബാറ്ററി ലൈഫ് തന്നെയാണ് കിട്ടുന്നത്. അതിൻ്റെ ഒപ്പം ഇതിനകത്ത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടൊക്കെ വരുന്നുണ്ട്. 2 സിമ്മും മെമ്മറി കാർഡൊക്കെ ഒരേ സമയം ഉപയോഗിക്കാം. സോ ഈ വക കാര്യങ്ങളെല്ലാം പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് വളരെ നൈസാണ്.
ഇനി ഇതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് ചാർജിങ്. ഫാസ്റ്റ് ചാർജിങ് 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഡിവൈസിനകത്ത് അല്ലെങ്കിൽ പാക്കിനകത്ത് നമുക്ക് 10 വാട്ട് ചാർജറേ കിട്ടുള്ളൂ. സോ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുമെന്ന് കാണുമ്പോൾ ഉടനെ തന്നെ അത് ആ ചാർജർ കൂടി ബോക്സിൽ കിട്ടുമെന്ന് വിചാരിക്കരുത്. ചാർജർ നിങ്ങൾ വേണമെങ്കിൽ 500 രൂപ കൊടുത്ത് സെപ്പറേറ്റ് mi.com എന്നോ മറ്റോ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരാം. അതേപോലെ തന്നെ ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് അൺലോക്ക് ഒക്കെ ഉണ്ട്. അതെല്ലാം തന്നെ വളരെ ഡീസൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ആ ഭാഗത്തൊന്നും നമുക്ക് ഫേസ് ചെയ്തിട്ടില്ല. ഇനി ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡേ ലൈറ്റിൽ നമ്മൾ ഈ കാണുന്ന പോലെ ഡീസൻ്റ് ആയ ഒരു നല്ല ക്വാളിറ്റി ഇമേജുകളാണ് കിട്ടുന്നത്. അതിൽ പറയത്തക്ക ഇഷ്യൂസ് ഒന്നും നമുക്ക് കാണാനില്ല. അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും നോക്കിയാലും നല്ലൊരു ഫോക്കസിലുണ്ട്. ഇത്തരം ചെറിയ ഏരിയ, അതായത് നമ്മളൊരാളുടെ ഫോട്ടോ എടുക്കുമ്പോൾ ആ ആളും അതിൻ്റെ ചുറ്റുപാട്ടുള്ള ഒരു നോർമൽ ഏരിയയും കാര്യങ്ങളൊക്കെ ഓവറോൾ ഒരു നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. പോർട്രേറ്റ് മോഡ് എടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ വലിയ കുഴപ്പമില്ലാത്ത തരത്തിലുള്ള എഡ്ജ് ഡിറ്റക്ഷൻ, നല്ല പെർഫെക്റ്റ് ഒന്നും പറയാനില്ല എങ്കിലും ഒരു നല്ല രീതിയിലുള്ളൊരു ആ ഒരു പ്രൈസ് റേഞ്ചിൽ കാണാവുന്ന ഏറെക്കുറെ കുഴപ്പമില്ലാത്തൊരു ആവറേജ് ലെവലിലുള്ളൊരു പോർട്രേറ്റ് മോഡൊക്കെ കിട്ടുന്നുണ്ട്. സോ ഒരു നല്ല ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ ഓവറോൾ നല്ല ഇമേജ് ക്വാളിറ്റിയാണ് ഈ ഒരു ക്യാമറ നമുക്ക് തരുന്നത്. എന്നാൽ ഇതേ സമയത്തിൽ തന്നെ നമ്മൾ ഇത്തിരി ഷെയ്ഡുള്ള സ്ഥലത്തേക്ക് നീങ്ങി നിന്ന് കഴിഞ്ഞാൽ ഈ രീതിയിൽ കാര്യങ്ങളാകെ മാറുന്നുണ്ട്. ഫേസൊക്കെ മൊത്തത്തിൽ ഡാർക്ക് ആവും, ഷാർപ്നെസ് ലെവൽ ഒട്ടും തന്നെ കാണില്ല. സോ ഓവറോൾ ഇതിൻ്റെ ക്വാളിറ്റി നല്ല ലൈറ്റിംഗ്, ഡയറക്റ്റായിട്ട് ഫേസിലൊക്കെ ലൈറ്റ് കിട്ടുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഓവറോൾ നല്ല ക്വാളിറ്റി തരുന്നത്. ഇത്തരം കുറച്ച് ഷെയ്ഡിലേക്ക് ഇത്ര നല്ല ലൈറ്റ് പുറത്ത് നിങ്ങൾക്ക് കാണാം. ആ ഒരു സമയത്താണെങ്കിൽ പോലും ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടില്ല. സെൽഫി ക്യാമറ പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ തരത്തിലുള്ളൊരു നല്ല ക്വാളിറ്റി ഉണ്ട്. ഷെയ്ഡിലേക്ക് നീങ്ങി നിൽക്കുമ്പോഴുള്ളൊരു ഇമേജാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഡ്രസ് വർക്കിൻ്റെ അടിയിലാണ്. ആ ഒരു സാഹചര്യത്തിലും നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. സോ സെൽഫി ക്യാമറ കുറച്ചുകൂടി ബെറ്റർ ആണ്. മെയിൻ ക്യാമറ നല്ല ലൈറ്റ് ഉള്ളപ്പോൾ മാത്രമാണ് നമുക്കൊരു നല്ല ക്വാളിറ്റി തരുന്നതായിട്ട് തോന്നിയത്. അതേസമയം നമ്മൾ ലാൻഡ്സ്കേപ്പ് ഇമേജുകൾ ഇതുപോലെ വൈഡ് ഏരിയ നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചാൽ എക്സ്പോഷർ ലെവൽ അത്ര നല്ലതല്ല. നിങ്ങൾക്ക് കാണാം നല്ല ഡിഫറൻസ് ഉണ്ട്. ഓവറോൾ ക്വാളിറ്റിയിൽ നമുക്കൊരു നല്ല ക്വാളിറ്റി എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു സാധാരണ ആളുടെയൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ക്വാളിറ്റി ഇത്തരത്തിൽ ലാൻഡ്സ്കേപ്പ് ഇമേജുകൾ എടുക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരം ഇമേജുകൾ എടുക്കാൻ വേണ്ടി നിങ്ങൾ ഫോൺ എടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും അനുഭവം. ഇത് ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. ഇനി ലോ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോ ലൈറ്റ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിലും ലൈറ്റ് ഉള്ളപ്പോഴാണെങ്കിലും ഒക്കെ ശരി നമുക്കൊരു നല്ല ക്വാളിറ്റി ഓവറോൾ കിട്ടുന്നില്ല. ഇതാണ് സൂം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ഡീറ്റെയിൽസ് ലെവൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഒരു തരത്തിലും ഒരു നല്ല ക്വാളിറ്റി ഇമേജുകളൊന്നും നോക്കി ഒരു പ്രൈസ് റേഞ്ചിലെ ഒരു നല്ല ഇമേജ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അത്ര ഇമ്പ്രസീവ് ആയ ഒരു ക്വാളിറ്റി അല്ല മെയിൻ ക്യാമറ നമുക്ക് ലോ ലൈറ്റ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ തരുന്നത്. മെയിൻ ക്യാമറ മാത്രമല്ല, സെൽഫി ക്യാമറയിലേക്ക് വന്നാലും നല്ല ലൈറ്റ് നല്ലൊരു ലൈറ്റ് നമുക്ക് ഫേസിലേക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഫേസ് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഗ്രെയിൻസ് നമുക്ക് ചുറ്റുപാടും നല്ല രീതിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ഗ്രെയിനി ആയ ഇമേജുകൾ തന്നെയാണ് നമുക്ക് മെയിൻ ക്യാമറയിലും സെൽഫി ക്യാമറയിലും കിട്ടുക. ലൈറ്റ് ഇത് കുറവാണെങ്കിൽ ഇതായിരിക്കും സെൽഫി ക്യാമറയുടെ ഇമേജുകളുടെ അവസ്ഥ. നല്ലോണം ഗ്രെയിൻസ് ഉള്ളൊരു അവസ്ഥ തന്നെയാണ്. സോ ഓവറോൾ ലോ ലൈറ്റിലെ പെർഫോമൻസ് മെയിൻ ക്യാമറയാണെങ്കിലും സെൽഫി ക്യാമറയാണെങ്കിലും അത്ര നല്ല ഇമ്പ്രസീവ് ആയ ഒരു പെർഫോമൻസ് അല്ല നമുക്ക് തരുന്നത്. ഇനി വീഡിയോ ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ കിട്ടുക. എക്സ്പോഷർ ലെവൽ പൊതുവേ ഇത്തിരി ഡള്ളാണ്. നല്ല ലൈറ്റുള്ള സാഹചര്യമാണ്. എന്നിട്ട് പോലും പല ഇടത്തിലും എക്സ്പോഷർ അത്ര ഒരു നല്ല രീതിയിലല്ല കാണുന്നത്. മൊത്തത്തിലൊരു ഫ്ലിക്കറിങ് പോലുള്ള സംഭവങ്ങൾ എല്ലാം കൂടി ചേർന്നിട്ട് ഓവറോൾ ഒരു ഗുഡ് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള വീഡിയോ ആണ് കാണുന്നത്. ബട്ട് നിങ്ങൾ തീരുമാനിക്കുക 10,000 രൂപ കൊടുത്ത് നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്വാളിറ്റി മതിയോ എന്നുള്ള കാര്യം. സ്റ്റെബിലൈസേഷൻ ഒന്നും ഒട്ടും തന്നെ ഇല്ല നിങ്ങൾക്ക് ഇവിടെ കാണാം. സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഓഡിയോ ക്വാളിറ്റി കൂടി കേട്ടൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റി. നല്ല ലൈറ്റ് ഉള്ളപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതേപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ഓഡിയോ കേട്ട് മനസ്സിലാക്കാം. ഇതൊക്കെയായിരിക്കും ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. ഫ്രണ്ട് ക്യാമറ, ബാക്കിൽ ലൈറ്റ് ഏരിയ സ്കൈയൊക്കെ കംപ്ലീറ്റ് ബ്ലോൺ ഔട്ടായി പോകുന്നുണ്ട്. ബട്ട് എങ്കിൽ കുഴപ്പമില്ല. ഒരു 10,000 രൂപയുടെ ഫോണിൽ ഇതിലും കുറച്ചും കൂടി ബെറ്ററായ ക്വാളിറ്റി നമുക്ക് കിട്ടേണ്ടതാണ്. ബട്ട് ഇപ്പോൾ ഫോണുകൾക്കെല്ലാം വില കൂടി നമുക്കറിയാം. സോ അത്രയുമാണ് സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും ഒക്കെ. ഇത് ഇത്തിരി ലൈറ്റ് കുറവുള്ള സാഹചര്യത്തിൽ വരുമ്പോഴും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഫേസൊക്കെ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ കുഴപ്പമില്ലെന്ന് പറയാം. ഡേ ലൈറ്റിലൊക്കെ സെൽഫി ക്യാമറ വീഡിയോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ തരക്കേടില്ലാത്തൊരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റെബിലൈസേഷൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സെൽഫി ക്യാമറയിലും സ്റ്റെബിലൈസേഷൻ ഒന്നും വരുന്നില്ല. ഇനി വീഡിയോ ക്വാളിറ്റി ലോ ലൈറ്റിൽ എങ്ങനെ ഉണ്ടാവും നോക്കിയാൽ ഈ കാണുന്നതായിരിക്കും റിസൾട്ട്. ഒട്ടും തന്നെ ഇമ്പ്രസീവ് ആയ ഒരു ക്വാളിറ്റി ഒന്നും അല്ല. ലൈറ്റ് കുറവാണെങ്കിലും അല്ലെങ്കിലും നല്ല ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് മൊത്തത്തിൽ ഗ്രെയിനി ആയ വീഡിയോ ക്ലിപ്പുകൾ തന്നെയാണ് കിട്ടുക. സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി നോക്കിയാലും ഏറെക്കുറെ ഇതേപോലെയൊക്കെ തന്നെയാണ്. നല്ല ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആവറേജ് ക്വാളിറ്റി, ആവറേജിനും താഴെ നിൽക്കുന്ന ഒരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് നിങ്ങളാണ് ചിന്തിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത്. എന്നെ സംബന്ധിച്ച് ബിലോ ആവറേജ് ക്വാളിറ്റി ആയിട്ട് മാത്രമാണ് തോന്നിയത്. സോ ഇതാണ് ക്യാമറയുടെ ഒരു ഓവറോൾ ക്വാളിറ്റി. നിങ്ങൾ ചിന്തിച്ച് നോക്കുക എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ നെഗറ്റീവ് സെക്ഷനിൽ പറയാം. പിന്നെ ഇതിനകത്ത് സ്ലോ മോഷനൊക്കെ അവൈലബിൾ ആണ്. ഈ കാണുന്ന ഒരു ക്വാളിറ്റിയാണ് നമുക്ക് സ്ലോ മോഷനിൽ കിട്ടുക. 120 ഫ്രെയിം പെർ സെക്കൻഡ് സ്ലോ മോഷനാണ് ഈ ഒരു ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ക്യാമറ ഇത്ര കണ്ട് പോരാ, അത്ര ഇമ്പ്രസീവ് അല്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി മൈൻഡിൽ വെക്കുക. ഫോണുകളുടെ പ്രൈസൊക്കെ കൂടിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ക്വാളിറ്റി വേണമെങ്കിൽ ഇപ്പോൾ 10,000 രൂപയുടെ ഫോൺ എടുത്താൽ മുമ്പ് കുറച്ച് നാൾ മുമ്പ് വരെ കിട്ടിയിരുന്ന ആ ഒരു ക്വാളിറ്റി ഇപ്പോൾ 10,000 രൂപയ്ക്ക് കിട്ടുന്നില്ല. കുറച്ചുകൂടി പ്രൈസ് കൂടുതൽ കൊടുത്താലേ കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൂടി മൈൻഡിൽ വെച്ചോളൂ. എന്തായാലും കുറച്ച് നാൾ മുമ്പ് വരെ കണ്ടിരുന്ന ആ ഒരു റെഡ്മിയുടെ ഫോണിൽ തന്നെ നമ്മൾ കണ്ടിരുന്ന ഒരു ക്വാളിറ്റി ഈ ഒരു ഫോണിൽ കാണുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമ്മളിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സുഹൃത്തുക്കൾ പൊതുവെ ചോദിക്കാറുള്ള കാര്യങ്ങൾ, അത് ഞാനിവിടെ ഒന്ന് മെൻഷൻ ചെയ്യാം. ഒന്ന് സാർ വാല്യൂ, ഹെഡ് സാർ വാല്യൂ 0.854 ആണ്, ബോഡി സാർ വാല്യൂ 0.417 ആണ്. ക്യാമറ ടു API ഫുൾ ആണ്, ലെവൽ 3 എനേബിൾഡ് അല്ല. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്, OTG സപ്പോർട്ട് ചെയ്യും, ഡോൾബി സൗണ്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല, സ്റ്റീരിയോ സ്പീക്കർ ഒന്നും ഇല്ല, മോണോ സ്പീക്കറാണ്. P2I കോട്ടിംഗ് ഉണ്ട്, അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ തെറിച്ചാലും വലിയ സീനില്ല. ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട്, അതായത് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. IR ബ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം റിമോട്ടായിട്ടൊക്കെ ഈ ഒരു ഫോൺ വേണമെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ പ്രോസ്, അല്ലെങ്കിൽ കുഴപ്പമില്ല നല്ല കാര്യങ്ങളെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ഫോൺ അത്ര ലൈറ്റ് വെയിറ്റ് ആയിരിക്കില്ല. 9.1 mm തിക്നെസ്സും 198 ഗ്രാം വെയിറ്റുമാണ്. ഓവർ ഹെവി വെയിറ്റ് എന്ന് ഞാൻ പറയില്ല, കാരണം Redmi Note 9 Pro ഒക്കെ എടുത്ത് നോക്കിയാൽ 200 ഗ്രാം വെയിറ്റ് ആണ് വരുന്നത്. ഇവിടെ അതിന് കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ ഹെവി വെയിറ്റ് എന്ന് പറയാനില്ല, എങ്കിൽ പോലും ലൈറ്റ് വെയിറ്റ് ആയ ഫോണല്ല എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കീപ്പ് ചെയ്യും. ഇനി അടുത്തൊരു കാര്യം PUBGയുടെ കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ, ഗെയിം കളിച്ചുകൊണ്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. അത് ഓർക്കുക. അതല്ല, ഞാനിപ്പോൾ പറയാൻ വന്ന വേറൊരു കാര്യമാണ്, ജൈറോ സെൻസർ ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഡിലേ വരുന്നുണ്ടെന്ന് ഞാൻ ഗെയിമിംഗ് റിവ്യൂവിൽ പറഞ്ഞിരുന്നു. ചില സുഹൃത്തുക്കൾ അവിടെ നമ്മളോട് ഒരു കാര്യം പറഞ്ഞത് അത് സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്താൽ ശരിയാവുമെന്നാണ്. വേറെ ചിലർ പറഞ്ഞത് കാലിബ്രേഷൻ ചെയ്താൽ ശരിയാവുമെന്നാണ്. ഇത് രണ്ടുമല്ല ഇഷ്യൂ, ഡിലേ ആകുന്നു എന്നുള്ളതാണ് ഇഷ്യൂ. അതായത് സെൻസിറ്റിവിറ്റി ഇപ്പോൾ 30 ഇട്ട് കഴിഞ്ഞാൽ ഇത്തിരി സ്ലോവിലായിരിക്കും ജെയറോ മൂവ് ചെയ്യുക, എനിക്കറിയാം. 100 ഇട്ടാൽ നല്ല ഫാസ്റ്റിൽ മൂവ് ചെയ്യും. ഈ ഒരു ഫോണിൽ 100 ഇട്ടാലും അത് സ്ലോവിൽ തന്നെ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അത് അതിൻ്റെ ഇഷ്യൂ ആണ്. കാലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുകളിലേക്കോ തെക്കോട്ടോ വടക്കോട്ടോ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കാലിബ്രേഷൻ ഇഷ്യൂ എന്ന് പറയാം. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് തന്നെയാണ് പോവുക, കാലിബ്രേഷനിൽ പ്രശ്നമില്ല. ബട്ട് ഇത് ലാഗാണ്, ഡിലേ ആണ് വരുന്നത്. സോ അത് ജെയറോ ഡിലേ ഇഷ്യൂ എന്ന് പറയുന്നൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ആ ഇഷ്യൂ ഉണ്ട്. ജെയറോ വെച്ച് കളിക്കുന്നവർ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് ഇതിലേക്ക് ചാടി വീഴണ്ട. ജെയറോ ഇഷ്യൂ ഈ ഫോണിനുണ്ട്, അത് ഡിലേ ഇഷ്യൂ ആണ്. അത് നമ്മൾ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്താലൊന്നും പോവില്ല. സോ അത് ഗെയിമിങ്ങിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു ഇഷ്യൂ ആണ്. ADS വെച്ച് കളിക്കുന്നവർക്ക് ഈ ഫോണിൽ ഗെയിം കളിക്കാം, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു ഇഷ്യൂ മേ ബി ഒരു അപ്ഡേറ്റിലൂടെ ശരിയായേക്കാം. കൃത്യമായിട്ട് അത് സോൾവ് ആവുമെന്ന് നമുക്കറിയില്ല, ചിലപ്പോൾ ശരിയായേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ക്യാമറയുടെ കാര്യത്തിൽ ഓവറോൾ ഇത്തിരി ലോ ക്വാളിറ്റിയാണ് നമ്മൾ കാണുന്നതെന്ന്. ഈ ക്യാമറയെ സംബന്ധിച്ച് ലോ ലൈറ്റിലൊക്കെ വരികയാണെങ്കിൽ ഇവിടെ കാണാം ഇമേജുകൾ, അത്ര ഇമ്പ്രസീവായ ഇമേജ് ഒന്നുമില്ല, ഡീറ്റെയിൽസ് ലെവൽ ഒട്ടും തന്നെയില്ല. ലോ ലൈറ്റിൽ ഒട്ടും നല്ല പെർഫോമൻസ് അല്ല ഈ ഒരു ക്യാമറ നമുക്ക് തരുന്നത്. സോ ക്യാമറയുടെ മൊത്തത്തിലുള്ള പെർഫോമൻസ് ഡേ ലൈറ്റിൽ നല്ല ലൈറ്റുള്ള സമയത്തെ പെർഫോമൻസ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ക്യാമറ അത്ര ഇമ്പ്രസീവ് അല്ല. പ്രത്യേകിച്ചും ലോ ലൈറ്റിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ക്യാമറയാണ് ഇതിനകത്തുള്ളത്. സോ ക്യാമറ 10,000 ഒരു ക്യാമറ ഫോൺ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാളും ദയവ് ചെയ്ത് ഈ ഫോണിൻ്റെ ഭാഗത്തേക്ക് നോക്കാൻ നിൽക്കണ്ട. അത്ര നല്ലൊരു ക്യാമറ സെറ്റപ്പ് അല്ല Redmi 9 പ്രൈമിലുള്ളത്. ഇനി നമ്മളിപ്പോൾ ഈ ഓവറോൾ ക്യാമറ ഇത്തിരി അത്ര പോരാ, ലോ ലൈറ്റിൽ പോരാന്നൊക്കെ പറഞ്ഞു. വേറൊരു മേജർ പ്രോബ്ലം കൂടി ഇതിൻ്റെ ഭാഗത്ത് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇതിൻ്റെ പോർട്രേറ്റ് ഇമേജുകൾ, മെയിൻ ക്യാമറ കൊണ്ട് നമ്മൾ പോർട്രേറ്റ് ഇമേജുകൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒപ്പം തന്നെ ഫോർഗ്രൗണ്ടും ബ്ലറായി പോകുന്നുണ്ട്. അല്ലെങ്കിൽ മെയിൻ സബ്ജക്റ്റ്, ഇപ്പോൾ എൻ്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് അല്ല ഞാനും കൂടി അങ്ങ് ഒരുമിച്ച് ബ്ലറാവും, അല്ലെങ്കിൽ ഞാൻ മാത്രം ബ്ലറായിട്ട് ബാക്ക്ഗ്രൗണ്ട് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുക. അങ്ങനെയുള്ളൊരു പോർട്രേറ്റ് മോഡിൽ കാര്യമായ ഇഷ്യൂസ് നമുക്ക് മെയിൻ ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറയിൽ പക്ഷേ ആ ഒരു ഇഷ്യൂ ഇല്ല, മെയിൻ ക്യാമറയിലാണ് ഇഷ്യൂ നിൽക്കുന്നത്. സോ ഓവറോൾ ഡേ ലൈറ്റിലാണെങ്കിലും ലോ ലൈറ്റിലേക്ക് ആണെങ്കിലും ഒക്കെ ഈ ഒരു ക്യാമറ മൊത്തത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നൊരവസ്ഥയാണ് കണ്ടുവരുന്നത്. സോ ഓവറോൾ Redmi 9 Prime എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല പെർഫോമൻസ്, നല്ല ഫുൾ HD ഡിസ്പ്ലേ, നല്ല ഡിസൈനും ഒക്കെ ഉള്ള ഒരു ഫോൺ, നല്ല ബാറ്ററി ലൈഫ്. ക്യാമറ മാത്രം അത്ര ഇമ്പ്രസീവ്, ക്യാമറയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഈ ഒരു ഫോണിനെ നോക്കാതിരിക്കുക. ബാക്കി ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗുഡ് ഓപ്ഷനായിട്ട് തോന്നുന്നു. ബട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. മറ്റുള്ള സുഹൃത്തുക്കൾ ഭൂരിഭാഗം ആൾക്കാരുടെയും അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ നോക്കി കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത്രയുമാണ് Redmi 9 Primeൻ്റെ ഒരു ഫുൾ റിവ്യൂ വിത്ത് പ്രോസ് ആൻഡ് കോൺസ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.